യഥാർത്ഥത്തിൽ 1886 ഉണ്ടാക്കിയ ഒരു കരാർ. അന്നത്തെ മദ്രാസ് റെസിഡൻസി, മദ്രാസ് സർക്കാർ, ബ്രിട്ടൻ്റെ കീഴിലുള്ള മദ്രാസ് സ്റ്റേറ്റിന് തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജാവ് ഒപ്പിട്ട് കൊടുത്തൊരു കരാർ. ഒന്നാമത്തെ കാര്യം, ഇതിലേറ്റവും പ്രധാനമായി എപ്പോഴും മറക്കുന്നത്, ഇത് ഒരു വെള്ളത്തിൻ്റെ കരാറല്ല, കാവേരി നദീജലം പോലൊരു കരാറല്ല, ഇത്ര വെള്ളം തമിഴ്നാട്ടിന് കർണാടകം കൊടുക്കുക എന്ന് പറയുന്നതല്ല ഇത്, അല്ലെങ്കിൽ പറമ്പിക്കുള്ള അളിയാറൊക്കെ പോലുള്ള കരാറല്ല, ഇത് ഒരു സ്ഥലം വാടക കരാറാണ്, പാട്ട കരാറാണ് എന്നതാണ്. ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അന്നത്തെ തിരുവിതാംകൂറിൻ്റെ 990 ഏക്കർ സ്ഥലം തിരുവിതാംകൂർ മദ്രാസ് സ്റ്റേറ്റിന് പാട്ടത്തിന് കൊടുക്കുന്നു. സായിപ്പാണ് അന്ന് മദ്രാസ് ഭരിക്കുന്നത്. സായിപ്പും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട കരാർ. എന്തിനാണ് പാട്ടത്തിന് കൊടുക്കുന്നത്? നമ്മുടെ സ്ഥലം പാട്ടത്തിന് കൊടുക്കുമ്പോൾ എന്ത് ഉപയോഗത്തിനാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം അന്ന് പറഞ്ഞത്, അവിടെ ഒരു അണക്കെട്ട് കെട്ടി കിഴക്ക് ഭാഗത്ത് തമിഴ്നാട്, പടിഞ്ഞാറ് ഭാഗത്ത് കേരളമാണെന്ന് അറിയുക. ഈ അണക്കെട്ടിൻ്റെ പടിഞ്ഞാട്ട് ഒഴുകുന്ന വെള്ളം തടഞ്ഞു നിർത്തി ആ അണക്കെട്ടിലെ വെള്ളം കിഴക്കോട്ട് ഒരു പെൻസ്റ്റോക്ക് പൈപ്പിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. 5 ജില്ലകളിൽ അവിടെ വലിയ വരൾച്ചയാണ്. നമുക്കറിയാം തമിഴ്നാട് വരൾച്ചയാണ്, അവിടെ കൃഷി ചെയ്യുന്ന സംസ്ഥാനമാണ്, പ്രദേശമാണ്. 5 ജില്ലകളിൽ മധുര, വിരുദനഗർ, അങ്ങനെ രാമനാഥപുരം വരെയുള്ള പ്രദേശങ്ങൾ, തേനി, കമ്പമൊക്കെ, അവിടെയൊക്കെ കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് ഈ വെള്ളം വേണം. സ്വാഭാവികമായി നല്ല കാര്യം. പക്ഷേ എങ്കിൽ പോലും അന്നത്തെ രാജാവ് വലിയ സാങ്കേതിക ജ്ഞാനമൊന്നും ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങൾക്ക് എന്തോ ദോഷമുണ്ടാകാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാനിതിൽ വളരെ മടിച്ചിട്ടാണ്. പക്ഷേ അന്ന് സാഹിബ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നേരിട്ടല്ലെങ്കിലും സാമന്ത രാജാവാണ് തിരുവിതാംകൂർ. അങ്ങനെ നിർബന്ധത്തിൻ്റെ പുറത്ത് സ്വന്തം രക്തത്തിൽ എഴുതി കൊടുത്തൊരു കരാറാണ് 999 വർഷത്തേക്ക്. ഒരു ഭൂമി 999 വർഷത്തേക്ക് പാട്ടം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവും, പലതും അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു ഡാം അവിടെ പണിത് അത് 999 വർഷത്തേക്ക് നിൽക്കും എന്ന് പറയുന്നതിൽ ഒരു വലിയ യുക്തിരാഹിത്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ ഉള്ളൊരു നിയമം, ഇന്ത്യൻ ഭരണഘടന പറയുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാറുകൾ സംസ്ഥാനങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുതുക്കാം, വേണമെങ്കിൽ വേണ്ട. അത് പുതിയ സംസ്ഥാനം, ഇപ്പോൾ കേരളം ഉണ്ടാവുമ്പോൾ മലബാർ, തിരുവിതാംകൂർ, കൊച്ചിയും ചേർന്ന് കേരളം ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനമായി ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാർ വേണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഈ തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ കൂടി ഭാഗമായ കേരളമാണ്. പക്ഷേ 1956 പുതിയ സംസ്ഥാനമുണ്ടായി, 57 പുതിയ മന്ത്രിസഭ വന്നു. കേരളം ഇതിനെപ്പറ്റി ഓർത്തതേയില്ല. 1970 വരെ ഇത് ഓർത്തില്ല. 70കളിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ CP രാമസ്വാമിയെ ഓർത്തിരുന്നു. ഇവരിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയിരുന്നു തമിഴ്നാടിനോട് പറഞ്ഞു, വൈദ്യുതി ഉണ്ടാക്കാൻ നമ്മൾ തമ്മിൽ കരാറില്ല, നിങ്ങൾക്ക് ജലസേചനത്തിലുള്ള വെള്ളത്തിനാണ് എന്ന് പറഞ്ഞിട്ട് നാമമാത്രമായൊരു തുക വൈദ്യുതിയുടെ ഭാഗമായി കേരളത്തിന് കൊടുക്കാനെന്ന് കോടതി വിധിയുണ്ടായി. പക്ഷേ സ്വതന്ത്ര കേരള തമിഴ്നാട് വളരെ സൗഹൃദമായതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്തില്ല.